ഹലോ എന്താ എടാ വിക്രം ഭായ് ജസ്റ്റ് മിസ്സായി പോയവൾ. മിസ്സായോ? നിന്നൊക്കെ എന്തിനാടാ തീറ്റി പോറ്റുന്നത്? കുത്താലോ. അവളുടെ ഫ്രണ്ട് അവളൊരു പെൺപുലിയായിരുന്നു, പിടിച്ചു വെക്കാൻ പറ്റിയില്ല. പെണ്ണോ? എന്താ ചെയ്യണ്ടേ? പോയി ചാവടാ. സോറി വിക്രം ഭായ്. ഇറങ്ങ്. ഇതാണ് എന്റെ സാമ്രാജ്യം. മേലെ അപ്സ്റ്റേഴ്സിലെന്നെ റൂം. ബാ കമോൺ. ഇവിടെ സേഫാണ്. ഡോണ്ട് വറി. ഡോണ്ട് വറി. ഞാനിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാ. ഇവിടെ സേഫാണ്. ബാ. പ്ലീസ് കം. വാ. വാ കേരോ. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണോ? യെസ്. പേടിയില്ലേ? എന്തിനു പേടിക്കണം? നോ ഫിയർ, നോ ടെൻഷൻ. ഇത് എൻ്റെ മാത്രം ലോകമാണ്. ചേച്ചി എങ്ങനെ അവന്മാരെ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തി? അതൊക്കെ ഒരു ധൈര്യമാ കുട്ടി. ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുഭവങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ. ബി കംഫർട്ടബിൾ. ഞാനിപ്പോ വരാം. നീ ചോദിച്ചില്ലേ എൻ്റെ ധൈര്യത്തെപ്പറ്റി? എൻ്റെ അച്ഛൻ പണ്ട് പലിശക്കെടുത്ത പണം അതൊരു ബാധ്യതയായി, തിരിച്ചടയ്ക്കാൻ വയ്യാതെയായി. അപ്പം പലിശക്കാരുമായിട്ട് വഴക്കായി. അച്ഛനും അമ്മയും ഒരു തമിഴൻ കൊണ്ട ഒരുപാട് ഉപദ്രവിച്ചു. കുട്ടിയായി ഞാൻ നോക്കി നിൽക്കെ അയാൾ എൻ്റെ അച്ഛനും അമ്മയും വളരെ മൃഗീയമായി കൊന്നു. അന്ന് എനിക്ക് 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എനിക്ക് വെറുപ്പാണ് ഈ ലോകത്തോടും പുരുഷവർഗത്തോടും. ആത്മഹത്യ ചെയ്യാൻ പലപ്പോഴും തോന്നിയതാണ്. ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ധൈര്യത്തിന് ഞാൻ കരാട്ടെ പഠിച്ചു. എന്റെ മാതാപിതാക്കളെ ഇല്ലാതാക്കിയ ആ വൃത്തികെട്ട രൂപം ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ മുന്നിൽ വന്ന് പെടും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ചേച്ചിയുടെ കഥ കേട്ടപ്പോ എന്റെ പ്രശ്നമൊക്കെ വെറും നിസ്സാരമായിട്ട് എനിക്ക് തോന്നി. അല്ല, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നവും നിസ്സാരമല്ല. നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ്. നീ എങ്ങും പോണ്ട, ഇവിടെ എന്നോടൊപ്പം ജീവിച്ചോളൂ. നമുക്ക് ജീവിക്കാന്നേ. ഞാൻ ആദ്യം നിനക്കൊരു ജോലി മേടിച്ചു തരാം. പിന്നെ വീട്ടുകാരുമായിട്ടുള്ള കോണ്ടാക്ട് നിർത്തരുത്. അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ ദുഃഖം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നിന്റെ ആഗ്രഹം പോലെ
നമുക്ക് മറ്റവനിട്ട് പണിയാം. മോള് പോയി റെസ്റ്റ് എടുക്കാം. വാ. വാ. അമ്മ, ഞാൻ മട്ടാഞ്ചേരിയിലെത്തി. എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. എനിക്ക് സിന്ധു എന്ന് പറഞ്ഞൊരു ചേച്ചി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന. ചേച്ചി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലി ശരിയാക്കി. ഇത് ആ ചേച്ചിയുടെ നമ്പറാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി. ഞാനിവിടെ സേഫാണ്. വീട് വിട്ടിറങ്ങിയതിന്റെ ടെൻഷനെല്ലാം എന്നിൽ നിന്ന് മാറി തുടങ്ങി. സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ചേച്ചി എനിക്ക് ചേച്ചിയുടെ ഫ്രണ്ടായ ഒരു ജോമോന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി റെഡിയാക്കി തന്നു. ഇനി ജോലിയുടെ തിരക്കേറിയ ദിനങ്ങൾ. പുതിയ ജോലി, പുതിയ അന്തരീക്ഷം. എന്താവോ എന്തോ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കേ, ബൈ. ഹായ്. ഓക്കെ. ഹലോ മാഷേ. ആ, ഹണി ഇവിടെയല്ലേ ജോലി ചെയ്യുന്നു? ആ കൊച്ചിന്ന് ലീവാണല്ലോ. നിങ്ങളാരാ? ഞാനൊരു ബന്ധുവാ. ദാസേ, ആ 3 മണിക്ക് റൈസ് മില്ല് വണ്ടി വരും. വേഗം സാധനം ഇവിടെ ഇറക്കിയേക്കണേ. ഓക്കെ സാർ, ആ കൊച്ചിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഈ പോയതാരാ? അത് ഇവിടുത്തെ മുതലാളിയാണ് സാറേ. അല്ല, ഹണി ഇവിടെ താമസിക്കുന്നത് അറിയോ? അതിവിടെ തൊട്ടടുത്ത് ലക്ഷ്മി ടവറിലാണ് താമസിക്കുന്നത്. ശരി ശരി സാർ. ഇതല്ലേ നമ്പർ? അവിടെ ആരുമില്ലല്ലോ. നിങ്ങ ആരാണ്? ഹലോ, എൻ്റെ പേര് സാമുവൽ. ഒരു ഓട്ടോ ഡ്രൈവറാ. എൻ്റെ മോളൊരു കത്ത് എഴുതി വെച്ചിട്ട് എങ്ങോട്ടാന്നറിയാതെ പോയി. ഇപ്പൊ എവിടെ താമസിക്കുന്നു പറഞ്ഞു. ഓ, സിന്ധുവിന്റെ കൂടെ താമസിക്കുന്ന പെൺകുട്ടി. ആ, അറിയോ? അവരിപ്പോ 2 ദിവസമായിട്ട് ഇവിടെ കാണുന്നില്ല. എവിടെ പോയതാന്ന് അറിയില്ല. എണീക്കോ. അടിപൊളിയായിരുന്നല്ലേ? അപ്പനെപ്പോ വന്നു? മോളെ, 2 ദിവസമായി. ഇത് എന്റെ റൂംമേറ്റ് സിന്ധു. ചേച്ചിയാണ് എനിക്ക് സൂപ്പർ മാർക്കറ്റിലെ ജോലി വാങ്ങിച്ചു തന്നത്. നിനക്ക് സുഖമാണോ മോളെ? ഒരു എഴുതി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ തനിച്ചാക്കിയിട്ട് വന്നു പറഞ്ഞില്ലേ? കുഴപ്പമില്ല. അമ്മയാണെങ്കിൽ ഒരേ കരച്ചില്ല. അമ്മയോട് വിഷമിക്കണ്ടെന്ന് പറയണം. അപ്പ വാ. വേണ്ട മോളെ, വാ. ഇപ്പൊ പോയൊരു ബസ്സുണ്ട്, പോയിട്ട് വരാം. എൻ്റെ മോളെ നന്നായി നോക്കിക്കൊള്ളു. അപ്പ അപ്പ ഇതെന്റെ ആദ്യത്തെ ശമ്പള. പോയിട്ട് വരാം മോളെ, പോയിട്ട് വരാം. നീ വാ.
ഹലോ ആ എവിടാ? ആരാ ഇത് ഞാൻ മനസ്സിലായില്ല? സർക്കിളാ. മോളെ കേസിൽ നിന്ന് ഊരി തന്നില്ലേ? ആ എന്താ സാർ കാര്യം? ഏയ് എന്തെങ്കിലും പ്രശ്നം? കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിക്കണ്ടെന്നേ. ആട്ടെ ഇപ്പൊ എവിടാ? ഞാനിപ്പോ എറണാകുളത്താ. എന്തിനാ അവിടെ പോയെ? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. ഈ ഫ്രണ്ട് ആണോ പെണ്ണോ? പെണ്ണ്, പേര് സിന്ധു. മോളെ മോൾ ഉദ്ദേശിക്കുന്ന പോലെ വില്യംസ് അത്ര ചില്ലറക്കാരനല്ല. അവന്റെ ചേട്ടനൊരുത്തരുണ്ട് മാർട്ടിൻ. കോടതി കൂട്ടിക്കേറി ജഡ്ജി വസുന്ധരാ മാഡത്തിന് ലവ് ലെറ്റർ കൊടുത്തവനാ. മോള് സൂക്ഷിക്കണം. സാർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തോ? കണ്ട് കൊതി തീർന്നാലല്ലേ മോളെ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ. സാർ ആട്ടെ മോളിനി എന്നാ കട്ടപ്പനയ്ക്ക് വരുന്നേ? ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലേ വരൂ. ആവശ്യമല്ലേ ഉള്ളൂ. ഒരാഴ്ചക്കകം എപ്പോഴായാലും മോളുടെ ഇഷ്ടം. പിന്നെ എന്റെ കോൺഗ്രസിലേക്ക് വരണം. നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ടേ? സാർ അത് ഞാൻ വരാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. വർക്കൊക്കെ ഇഷ്ടമായോ? ഓക്കെ എന്നാ ശരി, ഇരിക്കാരോ? ഓക്കെ. അമ്മേ, ആ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണ ഹണിയെ കുറിച്ച് അമ്മയ്ക്ക് എന്താ അഭിപ്രായം? ഹണിയോ? അവള് നല്ല സ്റ്റാഫാ, നല്ല സ്മാർട്ടാ. ജോലിയൊക്കെ നോക്കിയും കണ്ടും ചെയ്തോളും. അമ്മേ, എനിക്ക് അവളെ ഇഷ്ടം. കല്യാണം കഴിച്ചാൽ അതാവുമ്പോ അമ്മക്ക് വീണ്ടും സ്റ്റാഫാവും. ഒന്ന് പോടാ. നിനക്കിഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം. ആദ്യം നീ അവളോട് ചോദിക്കും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം. എങ്കിൽ ഞാൻ അവളുടെ അപ്പനായിട്ട് ആദ്യം സംസാരിക്കും. പോട്ടെ. അപ്പൻ ഹലോ അച്ഛാ. ആ സിന്ധുമോളെ, ഞാനാ സാമുവൽ. സുഖാണോ? ആ സുഖാണ്. ഹണി എവിടെ? അവള് കുളിക്കുവാ. ഞാൻ വിളിച്ചതേ, ആ വില്യംസിൻ്റെ ചേട്ടൻ മാർട്ടിനില്ലേ, ഗുണ്ടയാ, അവനോട് വന്നിരുന്നു. എന്നിട്ട് കുറേ ഭീഷണിയൊക്കെ മുഴക്കിട്ടാ പോയത്. എൻ്റെ പേടി എന്താന്ന് വെച്ചാൽ ഇനിയിപ്പം അവൻ അവിടെ ഒന്നും വല്ല പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ വന്ന അടിച്ചാണ്ട് കയ്യും കാലും ഓടിക്കും. അച്ഛൻ ധൈര്യമായിട്ട് ഫോൺ വെച്ചു. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ശരി മോളെ.
ഞാൻ വിളിച്ചെന്ന് അവളോടൊന്ന് പറഞ്ഞേക്കണേ. ഇവിടെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലേ. വാ, ഫ്രീ ആയിരിക്കൂ വക്കീലെ. പുള്ളി ഒരു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. വാ. ഗുഡ് മോർണിംഗ് സാർ. കയറിയിരിക്കും വക്കീല. താങ്ക് യു. ഒന്നടിക്കുന്നോ? വേണ്ട സാർ, കോടതിയിൽ പോകാനുണ്ട്. എന്തായാലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല സാർ. നമ്മളിറക്കിയ പാർട്ടികൾക്ക് ഒരു എഫ്ഐആറും വരുത്തില്ല. ഗുഡ്. മേല ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ ഈ ചീപ്പ് പരിപാടിയായി ഇറങ്ങരുത്. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആടാ. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം MDMക്ക് നല്ല സ്കോപ്പാണ്. നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നടക്കും, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം. അല്ലേ വക്കീലെ? അതെ, കേക്ക്. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയാൽ മതി. നിനക്ക് ഞാനൊരു മാരേജ് പ്രപ്പോസൽ കൊണ്ടുവന്നില്ല. അത് നടക്കുന്നത് വരെയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കും. അത് നടക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. എനിക്ക് ബിസിനസ്സിൽ നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു പിടിക്കാനുള്ള പ്രതികാരം ഞാൻ ചെയ്തു. പക്ഷെ അതിലൊരാൾ രക്ഷപ്പെട്ടു. അതാരാണെന്ന് നിനക്കറിയാവോ? നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ജൂലി. ഇതെന്റെ തീരുമാനമാണ്, അനുസരിക്കുക. എന്തായാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നല്ലേ, അതിൻ്റെ ഒരു വിഹിതം നിന്റെ ആ ബ്രദറില്ലേ, എന്താ പേര്? മാർട്ടിൻ. അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെന്ന് വാങ്ങിച്ചു. ഓക്കെ വക്കീലേ, അപ്പം ഇനി അടുത്തത് എന്താണ് പരിപാടി? റൂട്ടൊക്കെ ക്ലിയർ ആയിരുന്നല്ലോ. സാറ് ലൊക്കേഷൻ ഇട്ടായിരുന്നല്ലോ. കരിക്കും കൂട്ടി 2 ബർക്കാടി അടിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസത്തെ ലീവാക്കി. ഇതുപോലെ ദുരിതം പിടിച്ചൊരു പണി. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ജീവിതം ഹോമിക്കുന്ന നമ്മുടെ പണി. അടെ മോളെ അടിക്കൂ. ബെക്കാടിയല്ലേ? നോക്കാം. സാറിന്റെ വീഡിയോയോ? അത് ഞാൻ അന്നാ ഡിലീറ്റ് ആക്കിയല്ലോ. പിന്നെന്തിനാ എന്നെ വിളിച്ചത്? വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റണ്ടേ? നേരിട്ട് കാണണമെന്ന് തോന്നി. കണ്ടാ മാത്രം മതിയോ അതോ? മോളുടെ ഇഷ്ടം, നിർബന്ധമില്ല. അറിഞ്ഞു തരണം. സാറിന് നാണല്ലേ? മോളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. എന്തായാലും ഞാൻ മോശക്കാരിയാ. ഇനി സോഷ്യൽ മീഡിയയിൽ സാറ് കൂടെ നാറണ്ട. ഓക്കെ, ബൈ. സാറേ, എനിക്ക് ഹണി ഒന്ന് കാണണം. മനസ്സിലായില്ല. ഞാൻ ഹണിയുടെ അപ്പനാ. ഹണിയുടെ അപ്പനാണോ? ആ. എനിക്ക് ഒരു കാര്യം പറയാനായിരുന്നു. മഞ്ജു, ഒന്ന് നോക്കിയേക്കണേ. ഒന്ന് വരൂ. വരൂ, കയറിക്കോളൂ. വരൂ, ഇരിക്കൂ. സാറേ, കഴിക്കാൻ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? 2 ചായ. ഓക്കെ. എന്താ സാറേ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ? ഹണിയുടെ കാര്യം തന്നെ. അവളെൻ്റെ ബിസിനസ് പാർട്ണറാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അവളെ ബിസിനസ് പാർട്ണറാക്കുന്നത് എൻ്റെ ലൈഫ് പാർട്ണറാക്കാൻ കൂടിയാണ്. മനസ്സിലായില്ല എനിക്കവളെ കല്യാണം കഴിക്കും. എനിക്കവളെ ഇഷ്ടമാണ്. അവക്കതറിയോ? ഇല്ല. അപ്പനെ സംബന്ധമാണെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. മോൻ്റെ വീട്ടുകാർക്കറിയോ? വീട്ടിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം തന്നെയാണ് അമ്മയുടെ ഇഷ്ടം. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം തന്നെയാണ് അമ്മയുടെ ഇഷ്ടം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ.
ഭാര്യയായിട്ടൊന്ന് സംസാരിക്കാം. മതി. ശരി എന്നാൽ